വെള്ളപ്പൊക്കം, വരൾച്ച തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുക എന്ന് തുടങ്ങി ഉൽപാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിച്ച് വികസനം സുസ്ഥിരമാക്കുക എന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിശാല ലക്ഷ്യം. സമഗ്രമായ പദ്ധതികളും മഹത്തായ ലക്ഷ്യങ്ങളും തേടിയുള്ള ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര തുടരുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജഡ്ജസ് ഡോക്ടർ RVG മേനോൻ, ഡോക്ടർ വിനീത മേനോൻ, ശ്രീ R ഹേലി, ശ്രീമതി നിർമ്മല സാനു ജോർജ്, കൂടാതെ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എഴുത്തുകാരിയും സംസ്കൃത സർവകലാശാല അധ്യാപികയും സാമൂഹിക ശാസ്ത്ര ഗവേഷകയുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ. പണ്ട് ഒരിടത്തൊരിടത്തൊരു രാജകുമാരി ഉണ്ടായിരുന്നു. ഞാൻ കഥ പറഞ്ഞു തുടങ്ങുകയല്ല കേട്ടോ. ഇന്നിവിടെ മത്സരാർത്ഥിയായി എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജകുമാരി ഗ്രാമപഞ്ചായത്താണ്. നമുക്ക് സ്വാഗതം ചെയ്യാം രാജകുമാരിയെ ഈ വേദിയിലേക്ക്. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇന്നിവിടെ എത്തിയിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ P രവി, വൈസ് പ്രസിഡന്റ് ശ്രീ MA മൈദീൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ KK തങ്കച്ചൻ, വാട്ടർഷെഡിന്റെ ഓവർസിയർ ശ്രീമതി ദീപ ലതീഷ്, കൂടാതെ സാമൂഹ്യ പ്രവർത്തക ശ്രീമതി ജിജി ഹരിദാസ്. പഞ്ചായത്ത് പ്രസിഡന്റിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത്ര മനോഹരമായ ഒരു പേര് പഞ്ചായത്തിന് എങ്ങനെയാ കിട്ടിയത്? രാജകുമാരി പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ ഒരു പഞ്ചായത്താണ്. അവിടെ ചങ്ങനാശ്ശേരി എന്ന് വന്നിട്ടുള്ള ഒരു രാജകുടുംബത്തിൽപ്പെട്ട കുടുംബക്കാർക്ക് അവിടെ ഒരു സ്ഥലമുണ്ടായിരുന്നു. അതാണ് രാജകുമാരി എന്ന് പേര് പറയാൻ കാരണം. ആ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പഞ്ചായത്ത് ആഫീസുള്ളതും സിറ്റിയും. അതുകൊണ്ടാണ് രാജകുമാരി എന്ന് പേര് പറയാൻ കാരണം. 160 വർഷത്തിന് മുമ്പ് കുടിയേറിയതായിട്ടുള്ള രേഖകൾ അവിടെയുണ്ട്. തമിഴ്നാട്ടുകാരാണ് ആദ്യം ഏലം കൃഷി ചെയ്യാൻ വേണ്ടി കുടിയേറിയിരിക്കുന്നത്. തമിഴ്നാട്ടുകാർ ഒരു 30% തമിഴ്നാട്ടുകാരുണ്ട്. ഞാൻ തമിഴനാണ്. മലയാളം കുറച്ച് വായിക്കും, എന്നാൽ കുറച്ച് സംസാരിക്കും. തമിഴ്നാട്ടുകാരനല്ല, ഇപ്പൊ കേരളക്കാരൻ. ഞാൻ ജനിച്ചു വളർന്ന കേരളത്തിലാണ്. രാജകുമാരിയെ കുറിച്ച് കൂടുതൽ അറിയണ്ടേ? ഗ്രാമക്കാഴ്ചകളിലേക്ക്. കാർഷിക മേഖല തന്നെയാണ് രാജകുമാരി പഞ്ചായത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്. ഏലം, കാപ്പി, കുരുമുളക് തുടങ്ങിയവയാണ് ഇവിടെ കൃഷി ചെയ്തു പോരുന്ന പ്രധാന കാർഷിക വിളകൾ. പഞ്ചായത്തിന്റെ ഭൂവിസ്തൃതിയുടെ 1/3 ഭാഗവും ഏലം കൃഷി മാത്രമാണ്. ഇത് ഖജനാപ്പാറയിലെ ഭീമൻ കല്ല്. ഇതിനടിയിൽ വലിയൊരു നിധി ഇരിപ്പുണ്ടെന്നും അതിന് അടയാളമായിട്ടാണ് ഈ കല്ലിവിടെ സ്ഥാപിച്ചതെന്നുമാണ് ഇവിടുത്തുകാരുടെ വിശ്വാസം. എന്തായാലും ഈ പാറയിൽ തമിഴിൽ അവ്യക്തമായി എന്തൊക്കെയോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1950കളിലാണ് ഈ പ്രദേശത്തേക്ക് വ്യാപകമായ കുടിയേറ്റം ആരംഭിക്കുന്നത്. എന്നാൽ 19ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ തന്നെ ഇവിടേക്ക് ജനങ്ങൾ എത്തിച്ചേർന്നിരുന്നു. രാജകുമാരി പഞ്ചായത്തിലെ കുടിയേറ്റക്കാരിൽ 25% തമിഴ് സംസാരിക്കുന്നവരാണ്. ഈ ഏലത്തോട്ടങ്ങളിൽ പണിയെടുക്കാൻ വന്നവരുടെ പിൻതലമുറക്കാരാണിവർ. ഇന്നും ഇവർ ഈ തോട്ടം തൊഴിലാളികൾ തന്നെയാണ്. ഇന്നിവർ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ സുസ്ഥിര വികസന മാതൃകകളാണ് രാജകുമാരി ഗ്രാമപഞ്ചായത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്? രാജകുമാരിയില് 85% കൂടുതൽ കൃഷിക്കാരാണ് അവിടെ താമസിക്കുന്നത്. അവിടെ ഞങ്ങൾ വരുമ്പോ തീർത്തും റോഡുകളും അതുപോലെ തന്നെ ഒന്നും തന്നെ ഇല്ലാത്തൊരു പഞ്ചായത്താണ്. കൃഷിക്കാരനെ അവന്റെ ആവശ്യമായിട്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരു പഞ്ചായത്തായിരുന്നു രാജകുമാരി പഞ്ചായത്ത്. ഈ 20 വർഷം കൊണ്ട് വന്നേക്കുന്ന നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ കൃഷിക്കാരന് എന്തെങ്കിലും ലഭിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വന്നു. അത് വന്നപ്പോൾ ഞങ്ങൾക്ക് വലിയ ആകർഷകമായിട്ട് തോന്നി. അപ്പോഴാണ് വയനാട്ടിലെ കൃഷിക്കാരനെ സഹായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പദ്ധതികൾക്ക് അവർ രൂപം കൊടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടത്. അത് ഞങ്ങൾ ഇവിടുന്ന് ഒരു ടീം വയനാട് പോയി കണ്ടു. അവിടെ പൊഴുതന പഞ്ചായത്തിൽ പോയി. പൊഴുതന പഞ്ചായത്തിൽ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കൃഷിക്കാരന് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ കഴിയുന്ന പദ്ധതിയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ലിങ്ക് ചെയ്യാൻ വാട്ടർസെറ്റ് പദ്ധതിയും കൂടെ കൂട്ടിച്ചേർത്തത്. NREGSുമായി ബന്ധപ്പെട്ട ഇവരുടെ പദ്ധതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയണ്ടേ? വികസന കാഴ്ചകളിലേക്ക്.
തൊഴിലുറപ്പ് പദ്ധതിയും നീർത്തട വികസന പദ്ധതിയും സംയോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖലയിലെ ഒറ്റത്തവണ ഇടപെടലാണ് രാജകുമാരി പഞ്ചായത്തിന്റെ പ്രധാന പദ്ധതി. കാർഷിക മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതോടൊപ്പം കാർഷിക ജോലികളിൽ കർഷകരെ സഹായിക്കാനുള്ള പ്രവർത്തനങ്ങളും പഞ്ചായത്ത് ഇടപെടലിലൂടെ സാധ്യമാക്കി. മഞ്ഞക്കുഴി തോട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃത്തിയാക്കുകയും തടയണകൾ തീർക്കുകയും ചെയ്തതോടുകൂടി ഈ പാടശേഖരത്തിൽ തരിശായി കിടന്നിരുന്ന പല പാടങ്ങളും കൃഷിയോഗ്യമാക്കാൻ സാധിച്ചു. നെൽകൃഷി ചെയ്യുന്ന കർഷകർക്ക് 1 ഏക്കറിന് 5000 രൂപ വരെ നിലമൊരുക്കുന്നതിനുള്ള സഹായം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു കൊടുത്തിരുന്നു. 2 വർഷം മുമ്പ് വരെ വെറും 100 ഏക്കർ മാത്രമായിരുന്ന ഇവിടുത്തെ നെൽകൃഷി പഞ്ചായത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ 389 ഏക്കർ വരെ ആക്കി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്ന കുരുമുളക് കർഷകരെ സഹായിക്കുന്നതിനാണ് രാജകുമാരി പഞ്ചായത്ത് പ്രധാന ശ്രദ്ധ നൽകിയത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും രോഗങ്ങളും മൂലം ഇവിടുത്തെ കുരുമുളക് കൃഷി പ്രതിസന്ധി അഭിമുഖീകരിക്കുകയായിരുന്നു. ഇത്തരം പ്രതിസന്ധിയിൽ നിന്നും കർഷകരെ രക്ഷിക്കാൻ വേണ്ടി പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ഏലം റീപ്ലാന്റ് ചെയ്യാനുള്ള സഹായങ്ങൾ നൽകി. ഈ രീതിയിൽ 911 ഏക്കറോളം സ്ഥലത്ത് ഇവിടെ ഏലം പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പച്ചക്കറി കൃഷിയിൽ പഞ്ചായത്ത് ഇടപെട്ടത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നിലമൊരുക്കി കൊടുക്കുക, തടമെടുത്തു കൊടുക്കുക, പന്തലിട്ട് കൊടുക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇതുപോലെ ഏകദേശം 34 ഏക്കറോളം സ്ഥലത്ത് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പച്ചക്കറി കൃഷിക്ക് സഹായം നൽകി വരുന്നു. പച്ചക്കറി കൃഷി രംഗത്ത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂലിയായി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൽകിയത് 4.25 ലക്ഷം രൂപയോളമാണ്. വനവൽക്കരണ പദ്ധതിയിൽ പ്രകാരം നടാനുള്ള മരങ്ങളുടെ നഴ്സറിയാണിത്. നീർത്തട പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവ കർഷകർക്ക് വിതരണം ചെയ്യുന്നു. ഈ തൈകൾ സംരക്ഷിക്കാനുള്ള ചിലവ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 വർഷത്തേക്ക് കർഷകർക്ക് നൽകുന്നു. മണ്ണ് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇക്കാലയളവിൽ 122ഓളം കുളങ്ങളും 4012 മീറ്റർ നീളത്തിൽ കല്ലു കയ്യാലകളും NREG തൊഴിലാളികളെ ഉപയോഗിച്ച് തീർക്കുകയുണ്ടായി. ക്ഷീരസാഗരം പദ്ധതിയിൽ പ്രകാരമുള്ള പശുക്കളാണിവ. ഈ പശുക്കളെ വാങ്ങാനും മറ്റും പഞ്ചായത്ത് 49,000 രൂപ വരെ സബ്സിഡി നൽകിയിട്ടുണ്ട്. സബ്സിഡിക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചാണകക്കുഴികൾ നിർമ്മിക്കാനും ബയോഗ്യാസ് പ്ലാന്റുകൾ ഉണ്ടാക്കാനും പുൽകൃഷി നടത്താനുള്ള സഹായങ്ങളും പഞ്ചായത്ത് നൽകുന്നുണ്ട്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത 5638 കുടുംബങ്ങൾ രാജകുമാരി പഞ്ചായത്തിലുണ്ട്. ഇതിൽ 211 പട്ടികജാതി കുടുംബങ്ങളും 79 പട്ടികവർഗ കുടുംബങ്ങളും ഉൾപ്പെടും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത അവിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രം കൂലിയായി കഴിഞ്ഞ വർഷം 3,56 ലക്ഷത്തിലേറെ തുക ലഭിക്കുകയുണ്ടായി. കാർഷിക മേഖലയിൽ കഴിഞ്ഞ വർഷം മാത്രം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 2,85,000 പരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ഇതിൽ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയ 1072 കുടുംബങ്ങൾ പഞ്ചായത്തിലുണ്ട്. രാജകുമാരിയുടെ വികസന പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഇനി ചർച്ചയ്ക്കുള്ള സമയമാണ്. RVG മാഷ്, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയും നിർത്തടാധിഷ്ഠിത വികസനവുമായി ബന്ധിപ്പിക്കാൻ രാജകുമാരി പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതനുസരിച്ച് ഏത് തരം പ്രവർത്തനങ്ങളാണ് ഇതിലെടുത്തിട്ടുള്ളത്? അവിടെ 49 ഇനം പ്രവർത്തനമാണ് നമ്മൾ ഏറ്റെടുത്തേക്കുന്നത്. മണ്ണ് ജലം സംരക്ഷണമാണ് പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അതില് ഏലം, കുരുമുളക്, അതുപോലെ തന്നെ വൃക്ഷ ചെടികൾ പുനർകൃഷി നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ മണ്ണൊഴിപ്പ് തടയാൻ വേണ്ടിയിട്ട് കല്ല് കയ്യാള, മണ്ണ് കയ്യാള, അതുപോലെ തന്നെ പുല്ലുനടിയില് ഉള്ള പ്രവൃത്തിയെല്ലാം ചെയ്യുന്നുണ്ട്. ഓടകളും അതുപോലെ തന്നെ അഴുക്കുചാൽ നിർമ്മാണമെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മടക്കൊയ്ത്ത്
കൂടുതൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മഴക്കുഴികളും ചെറിയ ചെറിയ കിണറുകളും കുളങ്ങളും ചെറിയ തടയണകളും എടുത്തിട്ടുണ്ട്. ഈ മണ്ണ് സംരക്ഷണത്തിന് വേണ്ടി കല്ലുകയ്യാല 4000 മീറ്റർ 4 കിലോമീറ്ററിൽ കൂടുതൽ കല്ലുകയ്യാല കെട്ടിയതായിട്ട് പറഞ്ഞു. അത് ഈ കല്ലുകയ്യാലയാണോ വേണ്ടത്, അതോ മണ്ണ് കയ്യാല മതിയോ, അതോ കോണ്ടൂർ ട്രെഞ്ചാണോ? ഇത്തരം തീരുമാനങ്ങൾ ആരാണ് നിങ്ങൾ ഉപദേശിക്കുക? മാഡം വിശദീകരിച്ചാലും മതി. ഈ കല്ല് പല സ്ഥലത്തും, പ്രത്യേകിച്ച് ചെരിവുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കല്ലുകയ്യാല കെട്ടാനായിട്ട് ഒരുപാട് പണം ചെലവാക്കുന്നത് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അത് ഒഴിവാക്കാൻ സാധിക്കും. ഈ ജൈവ വേലികൾ എന്നുള്ള പോലെ ഈ വേര് പിടിക്കുന്ന രാമച്ചം പോലുള്ളത് വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഈ കല്ല് കെട്ടുന്നതിന് പകരം വേര് പിടിക്കുന്ന തരത്തിലുള്ള പുല്ല് നട്ടുകൊണ്ട് മണ്ണ് സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ജൈവവേലികൾ നിർമ്മിച്ചിട്ടുണ്ട്. പിന്നെ കുത്തനെയുള്ള ചെരിവുള്ള സ്ഥലങ്ങളിൽ ജൈവവേലികൾക്ക് മണ്ണ് ഇടിഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ളിടത്ത് കല്ലുകയ്യാലം നിർബന്ധമായിട്ടും ചെയ്തേ പറ്റൂ എന്നുള്ളിടങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്തേക്കുന്നത്. അത് ഒരു വളരെ ആലോചിച്ചിട്ടെടുക്കുന്ന തീരുമാനമാണെങ്കിൽ ശരി. അതുപോലെ സോഷ്യൽ ഫോറസ്ട്രിയുടെ രീതിയിലുള്ള വൃക്ഷങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള വൃക്ഷങ്ങളാണ് നട്ടുപിടിപ്പിക്കുന്നത് അവിടെ നഴ്സറി വെച്ചിട്ട്? സോഷ്യൽ ഫോറസ്ട്രി എന്ന് പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഫോറസ്റ്റിൽ നിന്ന് 2600 തൈകളാണ് ലഭിച്ചത്. അത് കുടുംബശ്രീ വഴി നട്ടുപിടിപ്പിക്കുക. എന്തിന്റെ തൈകളാണത്? അത് മാവുണ്ട്, നെല്ലിയുണ്ട്, അതുപോലെ തന്നെ പേരയുണ്ട്, പിന്നെ ഞാവലുണ്ട്. നാടൻ തൈകളാണ് അവിടെ ലഭിച്ചത്. കാര്യം. ഈ കുടുംബശ്രീ വളരെ ആക്റ്റീവാണ് അവിടെ. എനിക്കൊരു ചെറിയ അത്ഭുതം തോന്നുന്ന സംഗതി, 2785 അംഗങ്ങളുണ്ട്. ഒരു 10 സ്വയം സഹായ സംഘം യൂണിറ്റുകളാണ്, പ്രവർത്തിക്കുന്ന യൂണിറ്റുകളാണെന്ന് പറയുന്നു. പക്ഷെ 600 പേർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും നിങ്ങളുടെ റിപ്പോർട്ടിൽ പറയുന്നു. 600 പേർക്ക് ഈ 10 യൂണിറ്റുകളിലൂടെ തൊഴിൽ കിട്ടിയോ? 10 യൂണിറ്റുകളിലൂടെ 600 പേർക്ക് തൊഴിൽ കിട്ടി? ഇല്ല. അത് സ്വയമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുടുംബശ്രീ കോർഡിനേഷൻ കമ്മിറ്റിയും അതുപോലെ തന്നെ KVK കൃഷി വിജ്ഞാന കേന്ദ്രവും കൂടെ ഇവർക്ക് പരിശീലനം കൊടുത്തുണ്ട്. സ്വന്തമായിട്ട് പശുക്കൾ വാങ്ങിക്കാൻ, ആട് വളർത്താൻ, കോഴി വളർത്താൻ, അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിൽ ഞങ്ങളൊരു 35 കുടുംബങ്ങളെ തെരഞ്ഞെടുത്ത് അവർക്ക് ക്ഷീരസാഗര പദ്ധതി എന്ന് പറഞ്ഞ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് മറ്റു പഞ്ചായത്തിൽ ഇല്ലാത്തൊരു പദ്ധതിയാണ് ക്ഷീരസാഗരം പദ്ധതി. എല്ലാം കൂടെ കോർത്തിണക്കിക്കണം. അവിടെ ജൈവ മറ്റേ തൊഴുത്ത് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് കുഴി നിർമ്മിച്ചു കൊടുത്തു. വേറെ ചോദിക്കട്ടെ, അവിടെ 30% തമിഴ് സംസാരിക്കുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ തമിഴ് മീഡിയം സ്കൂളാണോ? അതെ. എത്ര സ്കൂളുകളാണ് ആകെ ഉണ്ട്? ആകെ 5 സ്കൂളുകളാണുള്ളത്. അതിൽ എത്രണ്ണമാണ് തമിഴ്? അതിൽ ഒരെണ്ണം പൂർണ്ണമായിട്ട് തമിഴ് സ്കൂളാണ്. പിന്നെ മുറിക്കൻതൊട്ടി മരിയാകുർത്തി സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിൽ പകുതി തമിഴും പകുതി മലയാളവുമായിട്ടുള്ള സ്കൂളുണ്ട്. തമിഴ് ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് തമിഴ് അധ്യാപകര് ഒക്കെ ഉണ്ടോ? തമിഴ് അധ്യാപകരുണ്ട്. തമിഴ് മീഡിയത്തിൽ തമിഴ് മീഡിയമാണ്. തമിഴ് അധ്യാപകരുണ്ട്. അവിടെ ഇപ്പൊ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇവിടുന്ന് പഠിച്ചു പോകുന്ന കുട്ടികൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരു സ്കൂളിലും ചേർക്കാത്തൊരു പരുവത്തിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്താ? ഇവിടുന്ന് പോകുന്ന കുട്ടികൾ അവർക്ക് മാർക്ക് കുറവാണ്, അവരുടെ പഠനം അത്രയും ശരിയായി എന്ന നിലയിൽ അവരെ പുറന്തള്ളിക്കൊണ്ടാണ് ഇരുന്നത്. ഞങ്ങളിപ്പോ അവിടെ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റി കൂടി. ആ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ കൂടെ എവർക്ക് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ വേണ്ടി 35% മുകളിലും വിദ്യാഭ്യാസ നിലവാരം ഇല്ലായിരുന്നു. ഇപ്പൊ അത് 85-90 വരെയാക്കി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വർഷം 98% വരെ പഞ്ചായത്തിൽ എഡ്യൂക്കേഷൻ ഇത് ഉയർത്തി. ഇത് കഴിഞ്ഞ് ഇവിടുന്ന് ഉപരിപഠനത്തിന് തമിഴ്നാട്ടിൽ പോയി പഠിക്കുന്നു.